നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഇത്രയും പേരുണ്ടായിരുന്നുള്ളൂ. ഈ റെസ്പോൺസ് ഷംന കേൾക്കുന്നില്ല. ഓക്കെ, നമ്മൾ എൻ്റെ ക്ലാസ് ആണ് ഫസ്റ്റ്. ഓക്കെ 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 നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. അടുത്ത ടോപ്പിക്ക് ഇൻട്രൊഡക്ഷൻ ആൻഡ് യൂസസ് ഓഫ് കൾച്ചർ. ഓക്കെ, അടുത്ത മെയിൻ ഹെഡിങ് കൊടുക്കുക. ടെസ്റ്റുകൾ കഴിഞ്ഞു. നെഗറ്റീവ് സ്റ്റെയിനിങ്ങോടെ ആൽബർട്ട് സ്റ്റെയിനിങ്ങോടെ ടെസ്റ്റുകൾ കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ് കൊടുക്കുക ഇൻട്രൊഡക്ഷൻ ആൻഡ് യൂസസ് ഓഫ് കൾച്ചർ. മെയിൻ ഹെഡിങ് കൊടുക്കുക. ഓക്കെ, introduction and uses of culture. Okay, in that an artificial culture media must provide similar environmental and nutritional conditions that exist in the natural habitat of the bacterium. അതായത് ആർട്ടിഫിഷ്യൽ കൾച്ചർ മീഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുന്ന എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എൻവയോൺമെന്റൽ ആൻഡ് ന്യൂട്രീഷണൽ കണ്ടീഷൻസ്, അതായത് ബാക്ടീരിയയുടെ വാസസ്ഥലത്തിന് ആവശ്യമായിട്ടുള്ള ബാക്ടീരിയ നാച്ചുറൽ ഹാബിറ്റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ വാസസ്ഥലം, ഹാബിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ വാസസ്ഥലം, അതായത് ബാക്ടീരിയയുടെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ ബാക്ടീരിയയുടെ വാസസ്ഥലത്തിന് അനുയോജ്യമായ അതേ രീതിയിൽ തന്നെ അതേപോലെ തന്നെയുള്ള ഒരു അന്തരീക്ഷം, അതുപോലെ തന്നെ ന്യൂട്രീഷണൽ കണ്ടീഷൻസ് മീൻസ് പോഷകാംശങ്ങൾ കൊടുക്കുന്ന രീതിയിൽ സെയിം പോഷകാംശങ്ങൾ കൊടുക്കുന്ന രീതിയിലുള്ള അതുപോലുള്ള കണ്ടീഷൻസ് എല്ലാം എന്താ പറയുക ആർട്ടിഫിഷ്യൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനാണ് ആർട്ടിഫിഷ്യൽ കൾച്ചർ മീഡിയ എന്ന് പറയുന്നത്. അതായത് ബാക്ടീരിയയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള സെയിം അന്തരീക്ഷം, അതായത് സെയിം കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് എൻവയോൺമെന്റൽ ആൻഡ് ന്യൂട്രീഷണൽ കണ്ടീഷൻസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ ദ നാച്ചുറൽ ഹാബിറ്റേറ്റ് ഓഫ് ബാക്ടീരിയ. അതായത് നാച്ചുറൽ ആയിട്ടുള്ള ബാക്ടീരിയയുടെ വാസസ്ഥലത്തെ പോലത്തെ തന്നെ ഉള്ളൊരു എന്താ പറയാ സെയിം ഒരു മീഡിയ തന്നെ ആണ് ഈ ആർട്ടിഫിഷ്യൽ കൾച്ചർ മീഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒന്നുകൂടി പറയാം. an artificial culture media must provide similar environmental and nutritional conditions that exist in the natural habitat of bacterium. അതായത് ബാക്ടീരിയയുടെ വാസസ്ഥലത്തിന് അതേപോലെ അനുയോജ്യമായിട്ടുള്ള ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നാണ് ആർട്ടിഫിഷ്യൽ കൾച്ചർ മീഡിയ. അതായത് ബാക്ടീരിയയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള സെയിം എൻവയോൺമെന്റൽ കണ്ടീഷനും അതുപോലെ തന്നെ ന്യൂട്രീഷണൽ കണ്ടീഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ബാക്ടീരിയക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വാസസ്ഥലം ക്രിയേറ്റ് ചെയ്യുന്നു. അതിനാണ് ആർട്ടിഫിഷ്യൽ കൾച്ചർ മീഡിയ എന്ന് പറയുന്നത്. Is it clear? ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു പോയിന്റ് ആയിട്ട് എഴുതിക്കാം. എ കൾച്ചർ മീഡിയം കണ്ടെയ്ൻസ് വാട്ടർ, a source of carbon and energy, source of nitrogen, trace elements and some growth factors. Full stop. The pH of the medium must be set accordingly. അതായത് ഈ പോയിന്റ് പറഞ്ഞിരിക്കുന്നത് എ കൾച്ചർ മീഡിയം കണ്ടെയ്ൻസ്, അതായത് ഈ കൾച്ചർ മീഡിയയിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് വാട്ടർ ഉണ്ട്, ദെൻ സോഴ്സ് ഓഫ് കാർബണിന്റെ ഒരു സ്രോതസ് ഉണ്ടാകും, അതുപോലെ തന്നെ എനർജി ഉണ്ടാകും, എനർജിന്റെ സ്രോതസ് ഉണ്ടാകും, then source of നൈട്രജന്റെ ഒരു സ്രോതസ് ഉണ്ടാകും, then trace elements എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈന്യൂട്ട് ആയിട്ടുള്ള എലമെന്റ്സ്, അതായത് സൂക്രോസ് അല്ലെങ്കിൽ ഗാലക്ടോസ് അതുപോലെയുള്ള എലമെന്റ്സ് ഘടകങ്ങളാണ് ട്രേസ് എലമെന്റ്സ് എന്ന് പറയുന്നത്. മൈന്യൂട്ട് ആയിട്ടുള്ള എലമെന്റ്സ് അതാണ് ട്രേസ് എലമെന്റ്സ്. ട്രേസ് എലമെന്റ്സ് ഉണ്ടാകും, ആൻഡ് സം ഗ്രോത്ത് ഫാക്ടേഴ്സ്, അതുകൂടാതെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സ് എല്ലാം ഉണ്ടാകും. ഗ്രോത്ത് ഫാക്ടേഴ്സിന് വളർച്ചയ്ക്ക് ആവശ്യമായ ഘടകങ്ങളെല്ലാം ഉണ്ടാകും. Then the pH of the medium must be set accordingly. അതുപോലെ തന്നെ pH ഈ മീഡിയത്തിന്റെ pH അപ്രകാരം തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാകും. എന്നിട്ട് പറയാം. A culture medium contains water, a source of carbon and energy, source of nitrogen, trace elements and some growth factors. Full stop. Then the pH of the medium must be set accordingly. അതായത് കൾച്ചർ മീഡിയത്തിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ടർ ഉണ്ടാകും, സോഴ്സ് ഓഫ് കാർബൺ ആൻഡ് എനർജിന്റെയും കാർബണിന്റെയും ഒരു സ്രോതസ് ഉണ്ടാകും, then source of നൈട്രജന്റെ ഒരു സ്രോതസ് ഉണ്ടാകും, then trace elements അതായത് മൈന്യൂട്ട് ആയിട്ടുള്ള എലമെന്റ്സ് എല്ലാം ഉണ്ടാകും,
then and some growth factors. അത് കൂടാതെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം ഉണ്ടാകും. then the pH of the medium must be set accordingly. അതുപോലെ അപ്രകാരം തന്നെ pH ഈ മീഡിയത്തിന്റെ pH ഉം സെറ്റ് ചെയ്തിട്ടുണ്ടാകും. is it clear? clear ആയോ? okay. next subheading uses നോടുക്കാം. subheading uses. okay, in that first point, enrich the number of bacteria. enrich the number of bacteria. enrich the number of bacteria എന്ന് പറഞ്ഞാൽ ബാക്ടീരിയയ്ക്ക് ആവശ്യമായിട്ടുള്ള number of bacteria കൂടുതൽ അളവിലുള്ള ബാക്ടീരിയയ്ക്കും പോഷകം കൊടുക്കുന്നു. enrich എന്ന് പറഞ്ഞാൽ പോഷകം കൊടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ സമ്പുഷ്ടമാക്കുക എന്നുള്ള അർത്ഥം, മീൻസ് പോഷകാംശം കൊടുക്കുക എന്നുള്ള അർത്ഥം. ഓക്കെ, enrich the number of bacteria. ഓക്കെ, ബാക്ടീരിയകൾക്കെല്ലാം പോഷകം കൊടുക്കുന്നു. then second one, select for certain bacteria and suppress others. അതായത് സെലക്ട് ഫോർ സർട്ടൈൻ ബാക്ടീരിയ, ചില ബാക്ടീരിയനെ മാത്രം നമ്മൾ സെലക്ട് ചെയ്യുന്നു, അല്ലാത്തതിനെ നമ്മൾ സപ്രസ് ചെയ്യുന്നു. മീൻസ് അല്ലാത്തതിനെ നമ്മൾ എന്താ പറയാ ഞെരുക്കി കളയുന്നു, അല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കുന്നു. സപ്രസ് ചെയ്യുന്നു, അമർത്തുന്നു എന്നുള്ള അർത്ഥം. ഓക്കെ, അതായത് സെലക്ട് ഫോർ സർട്ടൈൻ ബാക്ടീരിയ, ചില ബാക്ടീരിയനെ മാത്രം നമ്മൾ സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് അതേഴ്സിനെ നമ്മൾ സപ്രസ് ചെയ്യുന്നു. then next point, differentiate among different kinds of bacteria. differentiate among different kinds of bacteria, സെയിം മീനിങ് തന്നെയാണ് സെക്കൻഡ് പോയിന്റിന്റെ. അതായത് ബാക്ടീരിയനെ സ്വഭാവങ്ങൾക്കനുസരിച്ചിട്ട് വേർതിരിക്കാനും സഹായിക്കുന്നു. ബാക്ടീരിയനെ വ്യത്യസ്ത സ്വഭാവങ്ങൾക്കനുസരിച്ചിട്ട് വേർതിരിക്കുന്നു. differentiate among different kinds of bacteria, അതായത് ബാക്ടീരിയയുടെ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങൾക്കനുസരിച്ച് അതിനെ വേർതിരിക്കാനും സഹായിക്കുന്നു. ഒന്നുകൂടി പറയാം. ഫസ്റ്റ് പോയിന്റ്, യൂസസ് enrich the number of bacteria. number of bacteria enrich ചെയ്യുന്നു, പോഷകം കൊടുക്കുന്നു, അല്ലെങ്കിൽ സമ്പുഷ്ടമാക്കുന്നു. സെക്കൻഡ് വൺ, സെലക്ട് ഫോർ സർട്ടൈൻ ബാക്ടീരിയ ആൻഡ് സപ്രസ് അതേഴ്സ്. ചില ബാക്ടീരിയനെ മാത്രം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു, അല്ലാത്തതിനെ നമ്മൾ സപ്രസ് ചെയ്യുന്നു, മീൻസ് അമർത്തിക്കളയുന്നു, അല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കുന്നു. നെക്സ്റ്റ് പോയിന്റ്, ഡിഫറൻഷിയേറ്റ് എമംഗ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ബാക്ടീരിയ. അതായത് വ്യത്യസ്ത സ്വഭാവമുള്ള അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള ബാക്ടീരിയനെ വേർതിരിക്കാനും ഉപയോഗിക്കുന്നു. Is it clear? okay, നെക്സ്റ്റ് സബ് ഹെഡിങ് കൊടുക്കുക, ക്ലാസിഫിക്കേഷൻ ഓഫ് കൾച്ചർ മീഡിയ. അടുത്ത ഹെഡിങ് കൊടുക്കുക, ക്ലാസിഫിക്കേഷൻ ഓഫ് കൾച്ചർ മീഡിയ. അതായത് കൾച്ചർ മീഡിയന്റെ ക്ലാസിഫിക്കേഷൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അണ്ടർലൈൻ ചെയ്തിട്ട് എഴുതാം. ഇൻ ദാറ്റ് ബാക്ടീരിയൽ കൾച്ചർ മീഡിയ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ അറ്റ്ലീസ്റ്റ് 3 ways. അതായത് ബാക്ടീരിയയുടെ കൾച്ചർ മീഡിയനെ പ്രധാനമായിട്ട് അറ്റ്ലീസ്റ്റ് 3 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്, 3 വഴികളിൽ കൂടിയാണ് തരംതിരിച്ചിരിക്കുന്നത്. ഓക്കെ, ബാക്ടീരിയ കൾച്ചർ മീഡിയ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ അറ്റ്ലീസ്റ്റ് 3 ways. അതായത് 3 വഴികളിൽ കൂടിയാണ് ബാക്ടീരിയ കൾച്ചർ മീഡിയനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ, കൺസിസ്റ്റൻസി. സെക്കൻഡ് വൺ, ന്യൂട്രീഷണൽ കമ്പോണന്റ്. തേർഡ് വൺ, ഫങ്ഷണൽ യൂസ്. ഓക്കെ, അതായത് ബാക്ടീരിയ കൾച്ചർ മീഡിയനെ പ്രധാനമായിട്ടും 3 വഴികൾ ഉപയോഗിച്ചിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തത് കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ കട്ടിക്കനുസരിച്ചിട്ട്. ഓക്കെ, രണ്ടാമത്തത് ന്യൂട്രീഷണൽ കമ്പോണന്റ്, മീൻസ് പോഷക ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ. മൂന്നാമത്തത് ഫങ്ഷണൽ യൂസ്, മീൻസ് ധർമ്മപരമായിട്ടുള്ള ഉപയോഗം, അതിന്റെ അടിസ്ഥാനത്തിൽ. അങ്ങനെ 3 വഴികളിൽ കൂടിയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് കൾച്ചർ മീഡിയ. ഓക്കെ, ഇൻ ദാറ്റ് ബാക്ടീരിയ കൾച്ചർ മീഡിയ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ അറ്റ്ലീസ്റ്റ് 3 ways. 3 വഴികളിൽ കൂടിയാണ് കൾച്ചർ മീഡിയ തരംതിരിച്ചിരിക്കുന്നത്. കൺസിസ്റ്റൻസി, ന്യൂട്രീഷണൽ കമ്പോണന്റ് ആൻഡ് ഫങ്ഷണൽ യൂസ്. അങ്ങനെ 3 കമ്പോണന്റ്സിന്റെ അടിസ്ഥാനത്തിലാണ്, ആ ഒരു 3 വഴികളിൽ കൂടിയാണ് തരംതിരിച്ചിരിക്കുന്നത്. ഈസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ? ഓക്കെ, ഓക്കെ. നെക്സ്റ്റ്, ഇനി ഇതിന്റെ ഈ 3 ടൈപ്പാന്ന് പറഞ്ഞു, 3 തരത്തിലാണെന്ന് പറഞ്ഞു. ഇനി ഓരോ ടൈപ്പിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ, നമ്പർ 1 കൊടുക്കുക, ഹെഡിങ് കൊടുക്കുക, ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ കൺസിസ്റ്റൻസി. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ കൺസിസ്റ്റൻസി. ഓക്കെ, അതായത് കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ട് എങ്ങനെയൊക്കെയാണ് തരംതിരിച്ചിരിക്കുന്നതെന്നാണ് ഇനി പറഞ്ഞിരിക്കുന്നത്. അതായത് ബാക്ടീരിയയുടെ കട്ടിക്ക് അനുസരിച്ചിട്ട് ഓക്കെ കൾച്ചർ മീഡിയനെ എങ്ങനെയൊക്കെയാണ് തരംതിരിച്ചിരിക്കുന്നതെന്ന്. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ, ലിക്വിഡ് മീഡിയ. ഓക്കെ,
അതായത് ബാക്ടീരിയ കൾച്ചർ മീഡിയയുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് മീൻസ് കട്ടിക്ക് അനുസരിച്ചിട്ട് എങ്ങനെയൊക്കെയാണ് തരംതിരിച്ചിരിക്കുന്നത്. അതിലെ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ലിക്വിഡ് മീഡിയ. ഓക്കെ, ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ലിക്വിഡ് മീഡിയ. ഓക്കെ, ഇനി ലിക്വിഡ് മീഡിയ എന്താണെന്നാണ് പറയാൻ പോകുന്നത്. Okay, in that these are available for use in test tubes, bottles or flask. അതായത് ലിക്വിഡ് മീഡിയ അവൈലബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിലാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് ട്യൂബിൽ ഉപയോഗിക്കുന്നുണ്ട്, ബോട്ടിൽസിൽ ഉപയോഗിക്കുന്നുണ്ട്, ദെൻ ഫ്ലാസ്കിലും. ഓക്കെ, ദീസ് ആർ അവൈലബിൾ ഫോർ യൂസ് ഇൻ ടെസ്റ്റ് ട്യൂബ്സ്, ബോട്ടിൽസ് ഓർ ഫ്ലാസ്ക്. അതായത് ഈ ലിക്വിഡ് മീഡിയനെ ഏതിലെല്ലാം അവൈലബിൾ ആണ് അല്ലെങ്കിൽ എന്തിലെല്ലാം ഉപയോഗിക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് ട്യൂബിൽ ഉപയോഗിക്കുന്നുണ്ട്, ബോട്ടിൽസിൽ, അതുപോലെ തന്നെ ഫ്ലാസ്കിൽ. ഫുൾ സ്റ്റോപ്പ്. ദെൻ കണ്ടിന്യൂഷൻ. ലിക്വിഡ് മീഡിയ ആർ സംടൈംസ് റെഫേർഡ് ആസ് ബ്രോത്ത്സ്. അതായത് ലിക്വിഡ് മീഡിയനെ ചില സമയത്ത് വിളിക്കുന്ന പേരാണ് ബ്രോത്ത്സ്. ഓക്കെ, അതായത് ലിക്വിഡ് മീഡിയനെ തന്നെ വിളിക്കുന്ന വേറൊരു പേരാണ് ബ്രോത്ത്സ്. ഓക്കെ, ബ്രോത്ത് എന്ന് പറയും. ഓക്കെ, ദെൻ കണ്ടിന്യൂഷൻ. ഇൻ ലിക്വിഡ് മീഡിയം ബാക്ടീരിയ ഗ്രോ യൂണിഫോംലി പ്രൊഡ്യൂസിങ് ജനറൽ ടർബിഡിറ്റി. ഓക്കെ, അതായത് ലിക്വിഡ് മീഡിയത്തിൽ ബാക്ടീരിയ യൂണിഫോം ആയിട്ട് വളരും, അതായത് ഒരുപോലെ സെയിം ആയിട്ട് വളരും. എന്നിട്ട് അതിൽ എന്താണ് ടർബിഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യണം, ഒരു ജനറൽ കോമൺ ആയിട്ടുള്ള ഒരു ടർബിഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യണം. ടർബിഡിറ്റി എന്ന് പറഞ്ഞാൽ ഒരുമിച്ചെല്ലാം കൂടി കലങ്ങുകയാണെന്നുള്ള അർത്ഥം, അല്ലെങ്കിൽ കൂടിച്ചേരുക എന്നുള്ള അർത്ഥം. അങ്ങനെ ഒരു ജനറൽ ടർബിഡിറ്റി ഫോം ചെയ്യുക, എല്ലാം കൂടി ഒരുമിച്ച് കൂടിച്ചേരുക അല്ലെങ്കിൽ കലങ്ങുക എന്നുള്ള അർത്ഥം. ഓക്കെ, then full stop. Then continuation. No agar is added. ഇവിടെ agar എന്ന് പറഞ്ഞ ഒരു ഘടകം ആഡ് ചെയ്യുന്നില്ല, agar എന്ന് പറഞ്ഞ ഘടകം ആഡ് ചെയ്യുന്നില്ല. full stop. Then continuation. Mostly used for inoculums preparation. ഇത് പ്രധാനമായിട്ട് ലിക്വിഡ് മീഡിയം പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഇനോക്കുലം പ്രിപ്പറേഷൻ ചെയ്യാനാണ്. ഇനോക്കുലം പ്രിപ്പറേഷനിലാണ് ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ഓക്കെ, ഒന്നുകൂടി പറയാം. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ കൺസിസ്റ്റൻസി, അതായത് കട്ടിക്ക് അനുസരിച്ചിട്ട് എങ്ങനെയൊക്കെയാണ് തരംതിരിച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ ലിക്വിഡ് മീഡിയ. ഓക്കെ, ലിക്വിഡ് മീഡിയ ആണ് ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇൻ ദാറ്റ് ദീസ് ആർ അവൈലബിൾ ഫോർ യൂസിങ് ടെസ്റ്റ് ട്യൂബ്സ്, ബോട്ടിൽസ് ഓർ ഫ്ലാസ്ക്. അതായത് ലിക്വിഡ് മീഡിയ എന്തിലെല്ലാം അവൈലബിൾ ആണ് അല്ലെങ്കിൽ എന്തിലെല്ലാമാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് ട്യൂബ്സിൽ, ബോട്ടിൽസിൽ, ദെൻ ഫ്ലാസ്കിൽ. ഓക്കെ, ദെൻ കണ്ടിന്യൂഷൻ. ലിക്വിഡ് മീഡിയ ആർ സംടൈംസ് റെഫേർഡ് ആസ് ബ്രോത്ത്. അതായത് ലിക്വിഡ് മീഡിയം തന്നെ വിളിക്കുന്ന വേറൊരു പേരാണ് ബ്രോത്ത്. Then next point. In liquid medium, bacteria grow uniformly producing general turbidity. അതായത് ലിക്വിഡ് മീഡിയത്തിലുള്ള ലിക്വിഡ് ബാക്ടീരിയ ഒരുപോലെ വളരുന്നു, അങ്ങനെ അതൊരു ജനറൽ ടർബിഡിറ്റി ഉൽപ്പാദിപ്പിക്കുന്നു അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ജനറൽ ടർബിഡിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിച്ചേരുന്നു, ഒരേപോലെ കൂടിച്ചേരുന്നു അല്ലെങ്കിൽ കലങ്ങുന്നു എന്നുള്ള അർത്ഥം. Then no agar is added. ഇവിടെ agar എന്ന് പറഞ്ഞ ഘടകം ആഡ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് പോയിന്റ്. മോസ്റ്റ്ലി യൂസ്ഡ് ഫോർ ഇനോക്കുലംസ് പ്രിപ്പറേഷൻ. ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഇനോക്കുലം പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയാണ്. Is it clear? ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് ബി, അതായത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ കൺസിസ്റ്റൻസിയിലെ ഒന്നാമത്തത് ലിക്വിഡ് മീഡിയ. ഓക്കെ, എ എന്ന് കൊടുക്കുക ലിക്വിഡ് മീഡിയ. രണ്ടാമത്തത് ബി എന്ന് കൊടുത്തിട്ട് സോളിഡ് മീഡിയ. അതായത് കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ട് തരംതിരിച്ചിരിക്കുന്നത് ഒന്നാമത്തത് ലിക്വിഡ് മീഡിയ, രണ്ടാമത്തത് സോളിഡ് മീഡിയ. ഓക്കെ, സോളിഡ് മീഡിയ എന്താ നോക്കാം. An agar plate is petri dish that contains a growth medium used to culture microorganisms. Okay, അതായത് agar plate. Okay, അതിനാണ് petri dish. Okay, an agar plate is a petri dish. Okay, ഇവിടെ agar plate എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു petri dish ആയിരിക്കും. petri dish എന്താ നിങ്ങൾ ലാബ് സൈഡിൽ പോകുമ്പോൾ കാണും. petri dish ആയിരിക്കും. That contains a growth medium. ഇതിലാണ് growth medium അടങ്ങിയിരിക്കുന്നത്. Okay, ഇതാണ് കൾച്ചർ ഓഫ് മൈക്രോ ഓർഗാനിസത്തിന് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതായത് ആൻ അഗർ പ്ലേറ്റ് ഈസ് പെട്രി ഡിഷ്. അഗർ പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെട്രി ഡിഷ് ആണ്. ഓക്കെ, അതിലാണ് ഗ്രോത്ത് മീഡിയം വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള മീഡിയം അടങ്ങിയിരിക്കുന്നത്. ഓക്കെ, അത് കൾച്ചർ ഓഫ് മൈക്രോ ഓർഗാനിസത്തിന് യൂസ് ചെയ്യുന്നു. ഓക്കെ, ആൻ അഗർ പ്ലേറ്റ് ഈസ് പെട്രി ഡിഷ് ദാറ്റ് കണ്ടെയ്ൻസ് എ ഗ്രോത്ത് മീഡിയം യൂസ്ഡ് ടു കൾച്ചർ മൈക്രോ ഓർഗാനിസം. ഫുൾ സ്റ്റോപ്പ്. ദെൻ കണ്ടിന്യൂഷൻ. 2% of agar is added. ഇവിടെ 2% agar ആഡ് ചെയ്യുന്നുണ്ട്. agar എന്ന് പറഞ്ഞ ഘടകം ആഡ് ചെയ്യുന്നുണ്ട്.
Then full stop continuation. Agar is the most commonly used solidifying agent. Agar എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമൺ ആയിട്ട് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സോളിഡിഫയിങ് ഏജന്റ് ആണ്. സോളിഡിഫയിങ് ഏജന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഒരു ഏജന്റ് ആണ്. ഓക്കെ, അതായത് ഇവിടെ 2% അഗർ ആഡ് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. അഗർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഗർ ഇസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് സോളിഡിഫയിങ് ഏജന്റ്. അഗർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ട പിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സോളിഡിഫയിങ് ഏജന്റ് ആണ്. സോളിഡിഫയിങ് എന്ന് പറഞ്ഞാൽ കട്ട പിടിക്കാൻ. ഓക്കെ, അതായത് കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഒരു ഏജന്റ് ആണ് അഗർ. Then continuation. Colony morphology, pigmentation, hemolysis can be appreciated. അതായത് ഇത് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കോളനി മോർഫോളജി, അതായത് ഒരു കൂട്ടം ബാക്ടീരിയയുടെ ഷേപ്പിനെ അല്ലെങ്കിൽ സൈസിനെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് കോളനി മോർഫോളജി. അതുപോലെ തന്നെ പിഗ്മെന്റേഷൻ, അതായത് കളറിങ്ങിനെ കുറിച്ചൊക്കെ പഠിക്കാൻ. ദെൻ ഹീമോലൈസിസ്, അതായത് RBCന്റെ എല്ലാം നാശത്തെ കുറിച്ചൊക്കെ പഠിക്കാൻ. ഓക്കെ, ഇതിനെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ അതിനെ കുറിച്ചെല്ലാം പഠിക്കുന്നുണ്ട്. കോളനി മോർഫോളജി, പിഗ്മെന്റേഷൻ, ഹീമോലൈസിസ്. ഹീമോലൈസിസ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രക്ഷൻ ഓഫ് RBCന്റെ ഡിസ്ട്രക്ഷനെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ക്യാൻ ബി അപ്രിഷിയേറ്റഡ് മീൻസ് ഇതിനെ കുറിച്ചെല്ലാം പഠിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ദെൻ കണ്ടിന്യൂഷൻ. എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ന്യൂട്രിയന്റ് അഗർ ആൻഡ് ബ്ലഡ് അഗർ. ഓക്കെ, അതായത് സോൾഡ് മീഡിയയിൽ വരുന്നത് ന്യൂട്രിയന്റ് അഗറും ബ്ലഡ് അഗറും ആണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ന്യൂട്രിയന്റ് അഗർ ആൻഡ് ബ്ലഡ് അഗർ. കാരണം ഇവിടെ അഗർ ആണ് യൂസ് ചെയ്യുന്നതെന്ന് ഓൾറെഡി പറഞ്ഞു. ഓക്കെ, ന്യൂട്രിയന്റ് അഗറും ബ്ലഡ് അഗറും ആണ് ഇതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, ഒന്നുകൂടി പറയാം. സോളിഡ് മീഡിയ. ആൻ അഗർ പ്ലേറ്റ് ഈസ് പെട്രി ഡിഷ് ദാറ്റ് കണ്ടെയ്ൻസ് എ ഗ്രോത്ത് മീഡിയം യൂസ്ഡ് ടു കൾച്ചർ മൈക്രോ ഓർഗാനിസംസ്. അതായത് അഗർ പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്രി ഡിഷ് ആണ്. ഈ പെട്രി ഡിഷിലാണ് ഗ്രോത്ത് മീഡിയം, വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള മീഡിയം അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അടങ്ങിയിരിക്കുന്നത്. ഇത് കൾച്ചർ ഓഫ് മൈക്രോ ഓർഗാനിസത്തിന് യൂസ് ചെയ്യുന്നു. മൈക്രോ ഓർഗാനിസത്തിന്റെ കൾച്ചറിന് യൂസ് ചെയ്യുന്നു. Then 2% of agar is added. ഇവിടെ 2% അഗർ ആഡ് ചെയ്യുന്നുണ്ട്. അഗർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഗർ is the most commonly used solidifying agent. അതായത് അഗർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഒരു ഏജന്റ് ആണ്. Then colony morphology, pigmentation, then hemolysis can be appreciated. അതായത് കോളനി മോർഫോളജി, അതായത് ബാക്ടീരിയയുടെ ഷേപ്പ്, സൈസ്, അതിനെ കുറിച്ചെല്ലാം പഠിക്കാൻ. അതുപോലെ തന്നെ പിഗ്മെന്റേഷൻ, കളറിങ്ങിനെ കുറിച്ചും. അതുപോലെ തന്നെ ഹീമോലൈസിസ്, അതായത് RBCന്റെ എല്ലാം നാശത്തെ കുറിച്ച്, ഡിസ്ട്രക്ഷൻ ഓഫ് RBC ആണ് ഹീമോലൈസിസ്. ഇതിനെക്കുറിച്ചെല്ലാം പഠിക്കാൻ സഹായിക്കുന്നുണ്ട്. Then examples include nutrient agar and blood agar. ഇവിടെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് ന്യൂട്രിയന്റ് അഗറും ബ്ലഡ് അഗറും ആണ്. Is it clear? ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് C, അതായത് മൂന്നാമത്തെ, അതായത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ കൺസിസ്റ്റൻസിയിലെ A ലിക്വിഡ് മീഡിയ, B സോളിഡ് മീഡിയ, ദെൻ C സെമി സോളിഡ് മീഡിയ. അതായത് മൂന്നാമത്തത് സെമി സോളിഡ് മീഡിയ, അതായത് കട്ടിക്കനുസരിച്ചിട്ടുള്ള തരംതിരിച്ചിരിക്കുന്നത്. അതിൽ 3 എണ്ണമാണ് വരുന്നത്. ലിക്വിഡ് മീഡിയ, സോളിഡ് മീഡിയ, ദെൻ ലാസ്റ്റ് വൺ സെമി സോളിഡ് മീഡിയ. സെമി സോളിഡ് മീഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ such media are fairly soft and are useful in demonstrating bacterial motility and separating motile from non-motile strains. Examples of semi-solid media: 0.5% agar is added. അതായത് semi-solid media എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ such media are fairly soft and are useful in demonstrating bacterial motility and separating motile from non-motile strains. അതായത് സെമി സോളിഡ് മീഡിയ എന്നുണ്ടെങ്കിൽ വളരെ പൂർണ്ണമായിട്ടും സോഫ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഫെയർലി സോഫ്റ്റ് മീൻസ് മൊത്തമായിട്ടും സോഫ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. ആൻഡ് ആർ യൂസ്ഫുൾ ഇൻ ഡെമോൺസ്ട്രേറ്റിംഗ് ബാക്ടീരിയൽ മോട്ടിലിറ്റി. ഇത് പ്രധാനമായിട്ടും ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് ബാക്ടീരിയയുടെ മൂവ്മെന്റിനെ കുറിച്ച് പഠിക്കാനാണ്. ഓക്കെ, ബാക്ടീരിയയുടെ മൂവ്മെന്റിനെയാണ് ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. മീൻസ് ബാക്ടീരിയയുടെ മൂവ്മെന്റിനെ കുറിച്ചാണ് ഇത് പഠിക്കുന്നത്. ആൻഡ് സെപ്പറേറ്റിംഗ് മോട്ടൈൽ ഫ്രം നോൺ മോട്ടൈൽ സ്ട്രെയിൻസ്. അതായത് ഇത് എന്തിനു സഹായിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നോൺ മോട്ടൈൽ സ്ട്രെയിൻസ്, അതായത് മൂവ്മെന്റ് ഇല്ലാത്ത സ്ട്രെയിനിൽ നിന്നും, കൂട്ടത്തിൽ നിന്നും, അല്ലെങ്കിൽ ആ ഒരു ഗണത്തിൽ നിന്നും മൂവ്മെന്റ് ഉള്ളതിനെ വേർതിരിക്കുകയാണ് ചെയ്യുന്നത്. സെപ്പറേറ്റിംഗ് മോട്ടൈൽ ഫ്രം നോൺ മോട്ടൈൽ സ്ട്രെയിൻസ്. നോൺ മോട്ടൈൽ സ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് ഇല്ലാത്ത ഗണം അല്ലെങ്കിൽ കൂട്ടം, ആ കൂട്ടത്തിൽ നിന്ന് മോട്ടൈൽ ആയിട്ടുള്ളതിനെ, മോട്ടൈൽ എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ്, ഓക്കെ, മൂവ്മെന്റ് ഉള്ളതിനെ വേർതിരിക്കുന്നു. എക്സാമ്പിൾസ് ഓഫ് സെമി സോളിഡ് മീഡിയ ഈസ് 0.5% agar is added. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത് അഗർ തന്നെയാണ്. അതായത് ഒരു 0.5% അഗർ ആണ് ഇവിടെ ആഡ് ചെയ്യുന്നത്.
Is it clear? ഒന്നുകൂടി പറയാം. Semi-solid media. Such media are fairly soft and are useful in demonstrating bacterial motility and separating motile from non-motile strains. Then examples of semi-solid media, 0.5% agar is added. അതായത് ഈ മീഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെമി സോളിഡ് മീഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെയർലി സോഫ്റ്റ് ആണ്, പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ മൊത്തമായിട്ടും സോഫ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇത് യൂസ് ചെയ്യുന്നത് ബാക്ടീരിയയുടെ ചലനത്തെ കുറിച്ച് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനാണ്, പഠിക്കാനാണ്. ഓക്കെ, അങ്ങനെ നോൺ മോട്ടൈൽ ആയിട്ടുള്ള സ്ട്രെയിനിൽ നിന്ന്, നോൺ മോട്ടൈൽ ആയിട്ടുള്ള ഗ്രൂപ്പിൽ നിന്നും, ചലനമില്ലാത്ത ഗ്രൂപ്പിൽ നിന്നും ചലനമുള്ളതിനെ വേർതിരിക്കുന്നു. സെപ്പറേറ്റിംഗ് മോട്ടൈൽ ഫ്രം നോൺ മോട്ടൈൽ സ്ട്രെയിൻസ്. എക്സാമ്പിൾസ് ഓഫ് സെമി സോളിഡ് മീഡിയ, 0.5% agar is added. എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഗർ ആണ്, ഒരു 0.5% അഗർ ആണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. Is it clear? ക്ലിയർ ആയോ? ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ കൺസിസ്റ്റൻസി. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അടുത്ത സെക്ഷനിലോട്ട് പോകാം, അടുത്ത ക്ലാസിഫിക്കേഷനിലോട്ട് പോകാം. ഷബീബ, ഷബീബ ഓക്കെ, കൾച്ചർ മീഡിയ എന്താണ്? ആർട്ടിഫിഷ്യൽ കൾച്ചർ മീഡിയ ഇൻട്രൊഡക്ഷൻ. ഓക്കെ പറ. ഓക്കെ, ഇൻട്രൊഡക്ഷൻ. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. Okay, then second point. Okay, second point. Hmm. Hmm. Okay, good. Shamna. Okay, what are the uses? Hmm. Hmm. Okay, good. Okay, Rahmat. Okay, classification of culture media. Hmm. Hmm. Okay. Abarna. Liquid media പറ. Inoculum preparation ആണ്. Inoculum preparation ആണ്. Okay. Sahala. Okay, solid media പറ. Hmm. Okay. Hmm. Okay. Okay, very good. Shaniba. Shaniba. Abhishna. 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 കേൾക്കുന്നുണ്ട് അഭിഷ്ണ. സെമി
സെമി സോളിഡ് മീഡിയ പറ. ബിഷ്ണ ഉണ്ട് പറഞ്ഞോ. ഉണ്ട്, കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. ഓക്കെ. ഓക്കെ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ കൺസിസ്റ്റൻസി. ഓക്കെ, അടുത്ത ഹെഡിങ് കൊടുക്കുക. രണ്ടാമത്തത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ന്യൂട്രീഷണൽ കമ്പോണൻസ്. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ന്യൂട്രീഷണൽ കമ്പോണൻസ്. അതായത് പോഷക ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുന്നതാണ് ഇനി പറയാൻ പോകുന്നത്. അതിലെ എ സിമ്പിൾ മീഡിയ. എ സിമ്പിൾ മീഡിയ. ഒന്നാമത്തത് സിമ്പിൾ മീഡിയ. ഓക്കെ, സിമ്പിൾ മീഡിയ എന്താന്ന് നോക്കാം. സിമ്പിൾ മീഡിയ സച്ച് ആസ് peptone water, nutrient agar can support most non-fastidious bacteria. It is also called as basal media. Example NB and Na. Full stop. Then nutrient both consist of peptone, yeast extract and NaCl. When 2% of agar is added to nutrient both, it forms nutrient agar. Okay, അതായത് ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ മീഡിയ ആണ്. ഓക്കെ, സിമ്പിൾ മീഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ വരുന്നത് സച്ച് ആസ് പെപ്റ്റോൺ വാട്ടർ. പെപ്റ്റോൺ വാട്ടർ, ന്യൂട്രിയന്റ് അഗർ can support most non-fastidious bacteria. അതായത് ഈ സിമ്പിൾ മീഡിയയിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ പെപ്റ്റോൺ വാട്ടറും ന്യൂട്രിയന്റ് അഗറുമാണ്. ഇതാണ് നോൺ ഫാസ്റ്റീഡിയസ് ആയിട്ടുള്ള ബാക്ടീരിയനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, നോൺ ഫാസ്റ്റീഡിയസ് ബാക്ടീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഈസി ടു ഗ്രോ വിത്തൗട്ട് സ്പെഷ്യൽ സപ്ലിമെന്റ്സ്. പ്രത്യേകിച്ച് സപ്ലിമെന്റ്സ് ഒന്നും ആവശ്യമില്ലാതെ വളരുന്നതിനെയാണ് നോൺ ഫാസ്റ്റീഡിയസ് ബാക്ടീരിയ എന്ന് പറയുന്നത്. അതായത് ഈസി ആയിട്ട് വളരും, ഈസി ടു ഗ്രോ ആണ് നോൺ ഫാസ്റ്റീഡിയസ് ബാക്ടീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈസി ആയിട്ട് വളരും, പ്രത്യേകിച്ച് വിത്തൗട്ട് സ്പെഷ്യൽ സപ്ലിമെന്റ്സ്, പ്രത്യേകമായിട്ടുള്ള സപ്ലിമെന്റ്സ് ഒന്നും ആവശ്യമില്ല. ഓക്കെ, അങ്ങനെയുള്ള ബാക്ടീരിയ ആണ് നോൺ ഫാസ്റ്റീഡിയസ് ബാക്ടീരിയ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ സിമ്പിൾ മീഡിയയിൽ വരുന്നത് പെപ്റ്റോൺ വാട്ടറും ന്യൂട്രിയന്റ് അഗറുമാണ്. ഇത് സപ്പോർട്ട് ചെയ്യുന്നത് കൂടുതലും നോൺ ഫാസ്റ്റീഡിയസ് ബാക്ടീരിയയാണ്. എന്താണ് നോൺ ഫാസ്റ്റീഡിയസ് ബാക്ടീരിയ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. അതായത് ഈസി ആയിട്ട് വളരുന്നതായിരിക്കും, അതായത് വേറെ സപ്ലിമെന്റ്സിന്റെ ഒന്നും ആവശ്യം, സ്പെഷ്യൽ സപ്ലിമെന്റ്സിന്റെ ഒന്നും ആവശ്യം ഇല്ല. അതിനെയാണ് നോൺ ഫാസ്റ്റീഡിയസ് ബാക്ടീരിയ എന്ന് പറയുന്നത്. അതിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. Then it is also called as basal media. ഈ മീഡിയനെ തന്നെ വിളിക്കുന്ന വേറൊരു പേരാണ് basal media. ഓക്കെ, ഇതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ NB and Na, അതായത് ന്യൂട്രിയന്റ് അതായത് ബ്ലഡും അതുപോലെ തന്നെ ന്യൂട്രിയന്റ് ആയിട്ടുള്ള അഗറും. ഓക്കെ, അതാണ് എക്സാമ്പിൾ Na and NB. Okay, then nutrient both consist of peptone, yeast extract and NaCl. അതായത് ന്യൂട്രിയന്റ് ബ്രോത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പെപ്റ്റോണ്, അതുപോലെ തന്നെ ഈസ്റ്റ് എക്സ്ട്രാക്ട്, ഈസ്റ്റിന്റെ എക്സ്ട്രാക്ഷൻ ഉണ്ടാകും, അതുപോലെ തന്നെ സോഡിയം ക്ലോറൈഡും NaCl, സോഡിയം ക്ലോറൈഡും ഉണ്ടാകും. അതായത് ന്യൂട്രിയന്റ് ബ്രോത്ത് കൺസിസ്റ്റ് ഓഫ് പെപ്റ്റോൺ, ഈസ്റ്റ് എക്സ്ട്രാക്ട് ആൻഡ് NaCl. ഈ മൂന്ന് ഘടകങ്ങളായിരിക്കും ന്യൂട്രിയന്റ് ബ്രോത്തിൽ അടങ്ങിയിരിക്കുന്നത്. Then when 2% of agar is added to nutrient broth, it forms nutrient agar. അതായത് ഈ ന്യൂട്രിയന്റ് ബ്രോത്തിലോട്ട് 2% അഗർ ആഡ് ചെയ്യുന്നു. അങ്ങനെ അഗർ ആഡ് ചെയ്യുമ്പോൾ അത് ന്യൂട്രിയന്റ് അഗർ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഈ ന്യൂട്രിയന്റ് ബ്രോത്തിലോട്ട് 2% അഗർ ആഡ് ചെയ്യുമ്പോൾ അത് എന്തായിട്ട് രൂപം കൊള്ളുകയാണ്? ന്യൂട്രിയന്റ് അഗർ ആയിട്ട് രൂപം കൊള്ളുകയാണ്. ടൈം ആയിട്ടുണ്ട്, ബാക്കി ക്ലാസ് നാളെ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. താങ്ക് യു.